ഇത് ഞങ്ങളുടെ വെട്ടിക്കവല സ്കൂൾ ഗ്രൗണ്ടാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ജിമ്മില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വെട്ടിക്കവല ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കാമെന്ന് വെച്ചു. രാവിലെ ഒരു 7-7:30 രാവിലെ ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ എല്ലാം ഒന്ന് നടന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിറവ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസൊക്കെ ഇനിയിപ്പം ബുക്ക് ചെയ്താലൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നു, എന്തോന്നറിയില്ല. അപ്പോൾ ഇഡ്ഡലി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ചമ്മന്തി സെറ്റാക്കി വെച്ചു. ഇന്ന് അച്ഛന് രാവിലെ ഇഡ്ഡലിയും ചമ്മന്തി, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മേന്ദ്രൻ വരൂ, കമോൺ ഇരിക്കൂ. ഇപ്പം ഇരിക്കണം, എന്താ ചോദ്യം അത്? ഇരിക്കും വാ കഴിക്കാം, വാ. രാവിലെ ഇന്ന് നടക്കാനൊക്കെ പോയി, ഞായറാഴ്ചയല്ലേ, ജിമ്മില്ല, അതുകൊണ്ട് നടക്കാൻ ചുമ്മാ ഗ്രൗണ്ടിലൊക്കെ പോയി ഒന്നും ഇഡ്ഡലിയും ചമ്മന്തി. ഇനിയിപ്പോൾ ചന്തയിലൊന്ന് പോകണം, ഞായറാഴ്ച കേട്ടോ. ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കണം, അത്യാവശ്യമുള്ള. ഞാൻ പോയി ഒരാഴ്ചത്തേക്കുള്ള മേടിക്കും, കാരണം 1 കിലോ 50 രൂപയുടെ ഉരുളക്കിഴങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കൂടും. ഇത് 3 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. നമ്മൾ പിന്നെ 50 രൂപ വെച്ച് മേടിക്കത്തേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ അല്ലെങ്കിൽ പല്ലായി പൊല്ലി വെച്ചാൽ തക്കാളി മേടിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും 3 പന്നലായിട്ട് കിടപ്പുണ്ട്. ഇന്നിപ്പോൾ തക്കാളി മേടിക്കണം, ഉരുളക്കിഴങ്ങ് മേടിക്കണം, സവാള മേടിക്കണം, ഇല്ലയോ? ഇന്ന് ഉണക്കമീൻ മേടിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഉണക്കമീൻ കറി വയ്ക്കാം. എന്താ കൊള്ളാവോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? നല്ല ഇഡ്ഡലി അല്ലേ? നല്ല ഇഡ്ഡലി, സൂപ്പർ ചമ്മന്തിയാണ്. കഴിച്ചോട്ട്. സമയം 9 മണിയായി. ഇനിയിപ്പം 10:30 ചന്ത വിരിക്കും, മുമ്പ് ചന്തയിൽ പോകണം. അച്ഛൻ കഴിക്കും കേട്ടോ. ചമ്മന്തി നോക്കി കഴിച്ചു. കഴിക്കേ, ഞാൻ ഇപ്പോൾ ചന്തയിൽ പോയിട്ട് വരാം. ഓക്കെ, കഴിക്കുമ്പോഴത്തേക്കേ ഞാൻ ചന്തയിൽ പോയിട്ട് വരാം, വീട്ടിലേക്ക് വരാം കേട്ടോ. മിമ്മി ഒഴിക്കും, മിമ്മി. ഓക്കെ ഓക്കെ, അച്ഛൻ കഴിക്കേ. ഓക്കെ ഓക്കെ. ചന്തയിൽ പോയിട്ട് നേരെ ഇന്ന് കുറച്ച് ഉണക്കമീനൊക്കെ മേടിച്ചു. ഉണക്കമീൻ കറിയാണ്. അതിൽ ഏത്തക്ക, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, അതിനോട് പരിപ്പ് ചേർത്തു, മുരിങ്ങക്കോലിട്ടു, തക്കാളി ഇട്ടു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് നല്ല പരിവായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കമീൻ മത്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റേ ഉലുവാച്ചി, ആ ടൈപ്പ് ഒരു മീനുണ്ടായിരുന്നു. അപ്പം മത്തി ഇറക്കും, മറ്റേത് വറക്കാനുമാണ് എടുത്തത്. എല്ലാം സെറ്റാക്കി കറിയിലേക്ക് ഉണക്കമീനൊക്കെ ഇട്ടു. എന്നിട്ട് നല്ല മണമുള്ള ഉണ്ടമുളക് മേടിച്ചായിരുന്നു. പക്ഷേ നല്ല വിലയാണ് മുളകിനൊക്കെ. ഇപ്പം കുറച്ച് മേടിച്ചുള്ളൂ. ആ മുളക് മേടിച്ചു, അതിന് 1 മുളക് എടുത്ത് നമ്മൾ ആ കറിയിലേക്ക് ഇട്ടു. നല്ല മണവും കിട്ടും, എരിവും കിട്ടും. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഈ ചീരയാണ് മേടിച്ചത്, നാടൻ ചീര ഉണ്ടായിരുന്നു. ചീര മേടിച്ച് ചീര തോരനാണ്. ഇന്ന് നമ്മൾ ഒരേ അടുപ്പിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, കാരണം ചോറ് മാറ്റി വെച്ചിട്ട് ഓരോന്നോരോന്നൊക്കെ ചെയ്യാമെന്ന് വെച്ചു. 2 അടുപ്പ് കത്തിച്ചില്ല. ചീരയുടെ ആദ്യത്തെ തണ്ടെല്ലാം കൂടെ ആദ്യമേ ഇട്ടു, കാരണം നല്ലത് വേവാനായിട്ട്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരുന്ന ചീരയില അതിന് വെള്ളമൊക്കെ ഇട്ടു, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു, നല്ലപോലെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിൽ ചേർത്തു. നല്ല മണമൊക്കെ ഉണ്ട്, അടിപൊളിയായി. നമ്മുടെ ചീരത്തോരൻ റെഡിയായി. പിന്നെ ഒരു 50 രൂപയ്ക്ക് മാങ്ങ മേടിച്ചായിരുന്നു. ചെറിയ മാങ്ങ ഉണ്ടായിരുന്നു, നല്ല മാങ്ങയാണ്, കണ്ടപ്പം മേടിച്ചു. പിന്നെ ഉണക്കമീനെടുത്ത് വറുത്തു ബാക്കിയിരുന്ന്. ആ മാങ്ങയിലേക്ക് നമ്മൾ മുളകും ഉപ്പുമൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അച്ഛന് ഊണ് കഴിക്കാൻ പോകും.
ഉച്ചന് ചോറ്, ഉണക്കമീൻ കറി, ചീരത്തോരന്, മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ ഉണക്കമീൻ വറുത്തത്. നേരെ ഇരുന്ന് കഴിക്കുക, നേരെ ഇരിക്കുക. ഇന്ന് മീൻ മേടിച്ചില്ല, ഇന്ന് ഉണക്കമീനാണ് മേടിച്ചത്. ഉണക്കമീൻ കറിയും ചീരത്തോരനും മാങ്ങ ഉപ്പിലിട്ടതും ഉണക്കമീൻ വറുത്തത്. അതെ, ഉണക്കമീൻ വറുത്താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എട്ട് എടുക്കണേ, അതാണ്ടേ ഇവിടെ ഇരിപ്പുണ്ട്. അത് ഉരുളക്കിഴങ്ങ് നല്ല അടിപൊളി ഉണക്കമീൻ കറി. അതിനകത്ത് ഉരുളക്കിഴങ്ങ്, ഏത്തക്കായ, അതുപോലെ തന്നെ വഴുതനങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മാത്രം കഴിക്കാതെ ചോറിനകത്തിട്ട് വരവ് കഴിക്കണം കേട്ടോ. ഉള്ളാവോ 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 ഇത് ഉള്ളോ? കഴിക്ക് അതിൻ്റെ ഗുളികയെ പക്ഷെ മോരോട് ഒഴിച്ചിട്ടെ എന്നാ അതെ ഒഴിച്ചിട്ടുണ്ടേ. മോരോട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ അച്ഛൻ ഉച്ചക്കലത്തെ ചാപ്പാട് കഴിക്കുകയാണ്. രാവിലെ ഇഡ്ഡലി ആയിരുന്നു നിങ്ങൾ. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും, ഉച്ചയ്ക്ക് ചോറും ഉണക്കമീൻ കറിയും ചീരത്തോരനും ഉണക്കമീൻ വറുത്തതും മാങ്ങയും മോരും. ഇതാണ് കഴിച്ചോട്ടെ. ഉണക്കമീൻ അടിപൊളി ഉണക്കമീനാണ്. കഴിച്ചോക്ക്, നല്ല മീനാണ്. ശരാഴ്ച കഴിക്കും, ചോറിനോട് കഴിക്കും. വേണ്ടേ ഉള്ളാവോ ഉള്ളാവോ ഉണക്കമീൻ മുരിങ്ങയ്ക്ക കഴിച്ചോ? അപ്പോൾ അങ്ങനെ അച്ഛൻ ചോറിനോട്ടിരിക്കുകയാണ്. ചോറ് പകുതി കഴിച്ചു. തോരനൊക്കെ എടുക്കാൻ എന്താ, തോരൻ കുറച്ച് കഴിച്ചോളൂല്ലോ. കഴിക്കാട്ടോ. അങ്ങനെ ഓക്കെ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കത്തെ ചാപ്പാടുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ അച്ഛാ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ അച്ഛാ, ഓക്കെ. ഓയ് അയ്യ, ഓക്കെ.